കാക്കനാട് സെസ്സിൽ നിന്ന് 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. .2 മീറ്റർ വീതിയുള്ള ഒരു ഇന്റേണൽ റോഡാണ് ഈ വീടിന് വരുന്നത്. ഏകദേശം 5 മീറ്റർ വീതിയുള്ള ഒരു ഓപ്പണിംഗ് സ്പേസ് ആണ് ഇവിടുത്തെ ഗേറ്റിന് വരുന്നത്. വ്യത്യസ്തമായ ഒരു പാറ്റേണിലാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത്. കിഴക്ക് ദർശനമായി വരുന്ന ഈ വീടിന് 12.5 അടി വീതിയുള്ള ഒരു കവേർഡ് കാർ പാർക്കിംഗ് ആണ് ഉള്ളത്. വീടിന്റെ കിഴക്ക് ഭാഗത്ത് ഏകദേശം 1.5 മീറ്ററോളം വീതിയുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ വരുന്നത്. കിണർ കൂടാതെ വാട്ടർ കണക്ഷനും ഉണ്ട്. വീടിന്റെ നോർത്ത് ഭാഗത്ത് അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകി ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച് ഭംഗിയായി ചെയ്തിരിക്കുന്നു. വീടിന്റെ തെക്ക് ഭാഗത്തും അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകി ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച് ഭംഗിയായി ചെയ്തിരിക്കുന്നു. ഏകദേശം 4 അടിയിലേറെ വീതിയുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. തേക്കിൽ തീർത്ത ഒരു സിംഗിൾ ഡോറാണ് മെയിൻ ഡോറായി വരുന്നത്. ഇനി നമ്മൾ ഈ വീടിന്റെ ലിവിംഗ് സ്പേസിലേക്കാണ് വരുന്നത്. ഏകദേശം 13 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമുള്ള ഒരു വലിയ ലിവിംഗ് സ്പേസ് ആണ് ഇവിടെയുള്ളത്. ലിവിംഗ് സ്പേസിന്റെ മുകൾ ഭാഗം ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിന്റെ ഈ ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റ് ടൈലും മൾട്ടിവുഡും യൂസ് ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ലിവിംഗ് സ്പേസിന് സൗത്ത് കോർണറിലും ഈസ്റ്റ് കോർണറിലും 2 ജനലുകൾ നൽകിയിരിക്കുന്നു. ലിവിംഗ് സ്പേസിൽ നിന്ന് ഡൈനിങ് സ്പേസിലേക്ക് പോകുമ്പോൾ ഇവിടെയായി മൾട്ടിവുഡിൽ ഒരു വർക്ക് ചെയ്ത് മനോഹരമായി ലൈറ്റൊക്കെ കൊടുത്ത് വൃത്തിയായി തന്നെ ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ ഈ വീടിന്റെ ഡൈനിങ് സ്പേസിലേക്കാണ് വരുന്നത്. ഏകദേശം 14 അടി നീളവും 8.5 അടി വീതിയുമാണ് ഈ ഡൈനിങ് സ്പേസിനുള്ളത്. ഡൈനിങ് സ്പേസിന്റെ ഈ കോർണറിലായിട്ടാണ് വാഷ് കൗണ്ടർ വരുന്നത്. സെറയുടെ ഫിറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ വീടിന്റെ ഓപ്പൺ കിച്ചണിലേക്കാണ് വരുന്നത്. ഏകദേശം 11 അടി നീളവും 9 അടി വീതിയുമുള്ള ഒരു കിച്ചണാണിത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ കിച്ചൺ വരുന്നത്. വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഏകദേശം 5 അടിയിലേറെ വീതിയുള്ള ഒരു വർക്ക് ഏരിയ സ്പേസ് ആണ് നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ ഈ വീടിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിലുള്ള ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഏകദേശം 14 അടി നീളവും 9.5 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. ബെഡ്റൂമിന്റെ ഈ ഭാഗത്തായിട്ട് വളരെ വലിയ ഒരു കബോർഡാണ് ചെയ്തിരിക്കുന്നത്. 4 ഡോറുകളുള്ള ഈ കബോർഡിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് നൽകിയിരിക്കുന്നു. ഇനി നമ്മൾ ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കാണ് വരുന്നത്. സെറയുടെയും സിംബോളോയുടെയും ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടാണ് ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്.
ഇനി നമ്മൾ ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഏകദേശം 13 അടി നീളവും 10 അടി വീതിയുമുള്ള ഒരു ബെഡ്റൂമാണ്. നോർത്ത് ഈസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു കബോർഡ് വർക്ക് വരുന്നു. കബോർഡിനോടൊപ്പം തന്നെ ഡ്രസ്സിംഗ് യൂണിറ്റും ചെയ്തിരിക്കുന്നു. നമ്മൾ ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കാണ് വരുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെയും സെറയുടെയും സിംബോളോയുടെയും ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലേക്കാണ് പോകുന്നത്. സ്റ്റെപ്പുകളെല്ലാം ഗ്രാനൈറ്റിലും എസ്എസും ഗ്ലാസും ഉപയോഗിച്ചാണ് ഹാൻഡ് റെയിൽ ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് ഒരു ജനാലയും കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കയറി വരുമ്പോൾ 9.5 അടി വീതിയുള്ള ഒരു ലിവിംഗ് സ്പേസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. ഏകദേശം 14 അടി നീളവും 9.5 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്തായിട്ട് ഡ്രസ്സിംഗ് യൂണിറ്റും കബോർഡും നൽകിയിരിക്കുന്നു. നമ്മൾ ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കാണ് വരുന്നത്. ഇവിടെയും വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ ഈ വീടിൻ്റെ നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഏകദേശം 13 അടി നീളവും 10 അടി വീതിയുമുള്ള ഈ ബെഡ്റൂം നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് വരുന്നത്. ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്തായിട്ട് ഡ്രസ്സിംഗ് യൂണിറ്റും കബോർഡും നൽകിയിരിക്കുന്നു. ഇനി നമ്മൾ ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കാണ് പോകുന്നത്. എല്ലാ ബാത്റൂംസും മാറ്റ് ഫിനിഷ് ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. സിംബോളോയുടെയും സെറയുടെയും ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് വരുന്നത്. യൂട്ടിലിറ്റി സ്പേസിൽ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ ഈ വീടിൻ്റെ വളരെ വിശാലമായ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. ഏകദേശം 15 അടി നീളമുള്ള ഒരു ബാൽക്കണിയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ബസ് സ്റ്റോപ്പിൽ നിന്ന് 600 മീറ്റർ, കാക്കനാട് സെസ്സിൽ നിന്ന് 1 കിലോമീറ്റർ, ഇൻഫോ പാർക്കിൽ നിന്ന് 4 കിലോമീറ്റർ, എടപ്പള്ളിയിൽ നിന്ന് 6.5 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. 4 സെന്റിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 1,25 ലക്ഷം രൂപയാണ്. ഈ വില തികച്ചും നെഗോഷ്യബിൾ ആണ്. ഇതുപോലെയുള്ള മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.